ആർ അനന്തുകൃഷ്ണന്റെ പാതിവില തട്ടിപ്പിൽ വയനാട്ടിൽ പരാതി പ്രവാഹം എന്ന വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ സമീർ സി മുഹമ്മദ് അവിടെ ചെന്നു. സമീർ, നേരത്തെ തന്നെ നിരവധി പരാതികൾ വിവിധ സ്റ്റേഷനുകളിൽ എത്തിയിരുന്നു. ഏകദേശം 20 കോടിയോളം രൂപയുടെ തട്ടിപ്പ് വയനാട്ടിൽ നിന്ന് മാത്രം നടത്തിയ നിഗമനത്തിലായത്. ഇപ്പോൾ എവിടെ നിന്നാണ് കൂടുതൽ പരാതികൾ എത്തുന്നത്? സമാനമായ രീതിയിൽ സ്കൂട്ടറിന്റെ പേരിൽ തന്നെ NGO രൂപീകരിച്ചുള്ള തട്ടിപ്പ് തന്നെയാണ് അവിടെയും ഉണ്ടായിരിക്കുന്നത്. സുഹേൽ സൂചിപ്പിച്ചതുപോലെ വലിയ തട്ടിപ്പ് തന്നെയാണ് വയനാട് ജില്ലയിൽ നടന്നിരിക്കുന്നത്. മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി മേഖലകളിലാണ് വലിയ രീതിയിലുള്ള തട്ടിപ്പ്. ഇപ്പോൾ കൽപ്പറ്റ മേഖലയിൽ തട്ടിപ്പിന് ഇരയായ 70ഓളം പേരാണ് ഇവിടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് എങ്ങനെ തങ്ങൾക്ക് നഷ്ടമായ പണം തിരികെ ലഭിക്കാൻ എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് അവരിവിടെ രൂപീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് 60,000 മുതൽ വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ 70ഓളം പേരാണ് ഇപ്പോൾ നഷ്ടമായതിൻ്റെ ആ ഒരു കണക്കുകൾ ബോധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ ആ പണം ഇനി എങ്ങനെ തിരികെ ലഭ്യമാക്കാൻ കഴിയും എന്ന അടക്കമുള്ള കാര്യങ്ങളും ചോദിച്ചറിയുന്നതിനും ഒപ്പം തന്നെ അത്തരത്തിലുള്ള ആസൂത്രണം ചെയ്തതിനു വേണ്ടിക്കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാം, നഷ്ടമായ ഓരോ ആളുകളും അവരുടെ പേരും അഡ്രസ്സും ഒക്കെ ഇവിടെ എഴുതി നൽകുകയാണ്. അവരുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ 70ഓളം പേരിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്? എത്രമാത്രം പണം ഓരോരുത്തർക്കും നഷ്ടമായിട്ടുണ്ട്? സാറേ, വയനാട് ജില്ലയിൽ ഏകദേശം 1500 ആളുകളുടെ അടുത്ത് ഇതിലേക്ക് ഭാഗവാക്കായി വന്നിട്ടുണ്ട്. ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. ഈ കണ്ണീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മോഹങ്ങളിൽപ്പെട്ട് ചെറിയ എന്തെങ്കിലും സ്കൂട്ടറുകളോ അല്ലെങ്കിൽ മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് പകുതി വിലക്ക് കിട്ടുന്നുള്ള ആഗ്രഹത്തിൽ വീണുപോയ ആളുകളാണ്. അവരെ ക്രൂക്കഡായിട്ട് പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൽ നമുക്ക് ഏകദേശം 4,86,00,000 രൂപൻ്റെ അടുത്ത് വയനാട് ജില്ലയിൽ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കോടികൾ, ഏകദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,400 കോടി രൂപൻ്റെ അടുത്ത് ഈ മോഹത്തിൽപ്പെട്ട ആൾക്കാർക്ക് നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ലീഗലായിട്ടുള്ള ആക്ഷനും അതുപോലെ സമര പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു യോഗം വിളിക്കപ്പെട്ടിട്ടുള്ളത്. സുഹൈൽ, ഇപ്പോൾ കൽപ്പറ്റയിലെ ജ്വാല ഓഫീസിൽ നിന്ന് മാത്രം 400 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ള തലത്തിലൊക്കെ ഇത്തരത്തിലുള്ള കണക്കുകൾ വരുന്നുണ്ട്. എന്തായാലും ആ ഒരു വലിയ ആശങ്കയോട് കൂടിയാണ് എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. എങ്ങനെ ഈ പണം തിരികെ ലഭിക്കും, അതിൻ്റെ ഒരു വലിയ ആശങ്ക അവർക്കെല്ലാം ഉണ്ട്. ഇപ്പോൾ സ്ത്രീകളും അതുപോലെ തന്നെ യുവാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും വനിതകൾ തന്നെയാണ് ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവതികളുടെ വലിയ ഒരു നിര നമുക്ക് ഇവിടെ കാണാനാകുന്നുണ്ട്. ഓരോ ഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാം എന്നത് അത് ചിന്തിക്കുന്നതിനും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടിയുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതൊക്കെ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിക്കൊണ്ടാണ് ഈ വിധത്തിൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉണ്ടാകും. എന്തായാലും വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് ഈ തട്ടിപ്പിന് ഇരയായവർ മുന്നോട്ട് പോകുന്നത്. സുഹൈൽ.